ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ സൺഡേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലിട്ട് പോകും. അപ്പോൾ അന്നത്തെ ദിവസം ഞായറാഴ്ച മദ്രസയുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ മോനെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ അന്ന് ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കേക്ക് ഉണ്ടായിരുന്നു. തലേ ദിവസം സ്പഞ്ച് മാത്രം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മടിയായി രാവിലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈ 2 കേക്കും ഞാനൊന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് വർക്കുണ്ട്. കിച്ചണിലുള്ള രാവിലത്തെ ചായൻ്റെ പണിയെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതിനിടയ്ക്കായിട്ട് തന്നെ ക്രീമും ബീറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഇതാണ് കേട്ടോ, പ്രിസ്റ്റീൻ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിനകത്ത് ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം പത്തിരിയായിരുന്നു, പിന്നെ ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ 2 ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാസിൽ എനിക്ക് പത്തിരിക്കല്ല് വെക്കാൻ വേണ്ടി കഴിയണില്ല കേട്ടോ. അടുത്തടുത്താണ് ബർണർ വന്നിട്ടുള്ളത്, അതുകൊണ്ട് പത്തിരിക്കല്ല് കുറച്ച് സൈസിലാണ്. അപ്പോൾ അത് വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പത്തിരി ചുട്ടെടുക്കാറുള്ളത്. 2 ഫ്രൈ പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാറാണ് സാധാരണയായിട്ട് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഷോപ്പിൽ പോകാനും ഇല്ല, മക്കൾക്ക് ക്ലാസ്സും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. പിന്നെ കേക്കിൻ്റെ വർക്ക് ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഫൈനൽ കോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെയിൻബോ തീമിലുള്ള 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു കേക്കാണ് കേട്ടോ. ചോക്ലേറ്റാണ് ഇതിന് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് അല്ല, ട്രഫിളാണ് കേട്ടോ ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ ഭാഗത്ത് ഗ്രേപ്പ് വയലറ്റും പിന്നെ ഐസ് ബ്ലൂ, പിന്നെ ഗാർഡൻ ഗ്രീന്, യെല്ലോ, പിന്നെ റൂബി പിങ്ക്, പിന്നെ വീണ്ടും ഐസ് ബ്ലൂ, അങ്ങനെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ടിട്ടുണ്ട്. നോസിലിടാതെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ടോപ്പ് ഭാഗം ആദ്യം ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് സൈഡ് ഭാഗം ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൂളാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 7 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടുള്ളത് 4 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ടോപ്പിൽ വന്നിട്ടുള്ള കേക്ക്. ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 1.5 കിലോ ആണ്. പിന്നെ അതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നത് ഇതിന് പാലറ്റ് നൈഫ് ഡിസൈനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പിന്നെ നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു നൈഫ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ബബിൾസ് വന്ന പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാനിവിടെ അടുത്ത കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോയിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതിനെ ഞാനിവിടെ ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 1.5 കിലോ വെയിറ്റിലാണ്. പിന്നെ 6 ഇഞ്ചാണ് ഇതിന് സൈസ് വന്നിട്ടുള്ളത്. 6 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഇതിന് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ സ്റ്റിക്കെല്ലാം കൊടുത്തിട്ടാണ് ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ സ്ക്രാപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് സൈഡിലായിട്ട് ഈ ഒരു ഡെക്കറേഷൻ വന്നിട്ടുള്ളതിന് ഞാൻ ഈ ഒരു സ്ക്രാപ്പറിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലത്തെ ഒരു ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പർ വാങ്ങിക്കുമ്പോൾ ഏത് സ്ക്രാപ്പറിനായാലും ഈ ഒരു ഡിസൈൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം മുകൾ ഭാഗത്തായിട്ട് ഷിമ്മർ പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ടാണ് ഷിമ്മർ പൗഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷിമ്മർ പൗഡർ എങ്ങനെ പമ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാനിതിൽ കാണിക്കാത്തത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർഫ്ലൈന് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള ബോൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ, എന്നാലും ഒരു വെറൈറ്റി ലുക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹാർട്ട് വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു ബട്ടർഫ്ലൈനും അതുപോലെ ഒരു ബീഡ്സിനും കൂടി കൂടുതലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കംപ്ലീറ്റ് ആയി. പിന്നെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഫറിൻ്റെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. പിന്നെ മുകളിലായിട്ട് ഒരു ടോപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഈ ഒരു ടോൾ കേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്.
പിന്നെ ഈ 2 കേക്കും ഒരു 12:30ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 2 കേക്കിനും പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യണം. അപ്പോൾ ഈ രണ്ടും ഒരു കസ്റ്റമറിന് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ഡെലിവറി ചെയ്യണത്. അപ്പോൾ 2 കേക്കും കൊണ്ടുപോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഉച്ചക്കുള്ള ഫുഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ ചെയ്യണേ. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഓരോ വർക്കും നടന്നിട്ടുള്ളത്. രാവിലെ എന്നുണ്ടെങ്കിൽ ചായ കുടിച്ചതും കുറച്ച് ലേറ്റ് ആയിട്ടാണ്. പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്ക് ഉള്ളി വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് ഇതാ അവിടെ ആദ്യം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ലാസ്റ്റാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ പട്ട, പൂവ്, ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനിടക്കായിട്ട് തന്നെ ചിക്കൻ കറീൻ്റെ ജോലിയും ചെയ്യണുണ്ട്. രണ്ടും കൂടി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്യാസൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ വർക്കും ഒന്നിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ സേമിയ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടം സേമിയ പായസമാണ്. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം തിളച്ചതിൻ്റെ ശേഷം അരി ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും കറിയും ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പായസം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ബിരിയാണി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള ബിരിയാണി ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പാത്രം ടപ്പർവെയറിൻ്റെ സ്റ്റീമിറ്റാണ് കേട്ടോ. സ്റ്റീമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതുപോലെ ബിരിയാണി, നെയ്ച്ചോറെല്ലാം ചൂടാക്കാനും വേണ്ടി കഴിയും. പിന്നെ അതുപോലെ അട, കൊഴുക്കട്ട അങ്ങനെയുള്ളത്, പഴം പുഴുങ്ങാൻ ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റീമിറ്റ് കൊണ്ട് കഴിയും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അത്. പിന്നെ ഫുഡ് ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഹെൽപ്പിനായിട്ട് മോനും കൂടാറുണ്ട് കേട്ടോ. ഇങ്ങനെ കിച്ചണിൽ നമുക്ക് എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ നടത്തം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയേർഡ് ആവുമല്ലോ. അപ്പോൾ കുറേയൊക്കെ അവനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം പിന്നെ ലേറ്റ് ആവും എന്നുള്ളത് ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി തന്നെ അത്യാവശ്യം നല്ല വർക്കുള്ളൊരു കാര്യമാണ് പത്തിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഉണ്ടാക്കാൻ മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ പത്തിരി. കുറേ ടൈം അതിന്മേൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള വർക്കൊക്കെ ആയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു മഗ്‌രിബ് അതിൻ്റെ ശേഷമാണ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട്, പുറത്ത് മക്കളായിട്ടൊക്കെ ഒന്ന് AK മാളിൽ പോയിട്ട് കുറച്ച് നേരം അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ പുറത്ത് മക്കളെ വിട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്. എപ്പോഴും നമ്മളിങ്ങനെ തിരക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കും ഒരു ബോറടിയാണല്ലോ പുറത്ത് പോവാഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പോവാറില്ല, മോൻ്റെ വാശി കാരണം പോയതാണ്. അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ മക്കൾ രണ്ടുപേരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഈ ഒരു കഴിഞ്ഞ സൺഡേത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഫ്രീ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അതിലെല്ലാം പുതിയ കേക്കിൻ്റെ അപ്ഡേഷൻസും കേക്കിൻ്റെ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസും എല്ലാം ഞാൻ അതിൽ സ്റ്റോറി ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്